ഹലോ, ഞങ്ങൾ ഇന്നുള്ളത് കത്താര കൾച്ചറൽ വില്ലേജിലാണ്. ഇതുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പീജിയൻ ടവർ ആണ്. ട്രഡീഷണലായി പീജിയൻ ഹൗസിങ്ങിനായിട്ടാണ് ഇങ്ങനത്തെ ടവേഴ്സ് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത്. ഇതുണ്ടോ, ഇതാണ് കത്താര ഫേമസ് ബ്ലൂ മോസ്ക് ആണ്. ബ്ലൂ മൊസൈക്കിലാണ് ഈ മോസ്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത്. മസ്ജിദ് ഓഫ് കത്താര എന്നും ഇതിനെ പറയൂട്ടോ. ഇത് ഓട്ടോമൻ ടർക്കിഷ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. കത്താര വൺ ഓഫ് ദ ഫേമസ് മോസ്ക് ആണ് ഇത്. ഇവിടെ സമ്മർ സീസണിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പൊ വെയില് അടിക്കാതിരിക്കാൻ വേണ്ടി പൊക്കത്ത് ഇവിടെ ഇങ്ങനെ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും ആർട്ട് ഫെസ്റ്റും എക്സിബിഷൻസ് ഒക്കെ നടക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് നോക്കി വന്നാൽ മതി. ഇതുണ്ടോ, ആർട്സ് എക്സിബിറ്റ് ചെയ്തേക്കാണ് ഇവിടെ. ഇതുണ്ടോ ഈ സ്റ്റാച്ചു. അറബ് പോസ്റ്റൽ സ്റ്റാമ്പ്സിന്റെ മ്യൂസിയം ഉണ്ട് ഇവിടെ. കത്താരയുടെ അകത്തുള്ള മിക്ക സ്ഥലങ്ങളിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഇത് ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറന്റ് ആണ്, ചപ്പാത്തി ആൻഡ് കറക്. കത്താര ട്രഡീഷണൽ കത്തരി ആർക്കിടെക്ചർ സ്റ്റൈലിലാണ് കേട്ടോ ഫുള്ള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ സമ്മറാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. എത്രയൊക്കെ ഇവിടെ എയർ കണ്ടീഷൻഡാണ്, ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് റിയലി ഹോട്ട് ഹിയർ. നിങ്ങൾ വരുന്നുണ്ടെങ്കിലും സമ്മർ സീസൺ ആണെങ്കിൽ ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർ സൺസെറ്റ് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ചൂടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ എക്സിബിഷൻസും ആഫ്റ്റർ 6 ആണ് സ്റ്റാർട്ട് ആവുന്നത്. ഔട്ട്ഡോർ ഫാൻ യൂണിറ്റ്സ് ആണ്. സമ്മർ സീസണിൽ ഇതൊന്നും ഇല്ലാതെ ഇവിടെ കൂടെ നടക്കാൻ പറ്റില്ല. രാത്രി ഇവിടെ കൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റ്സ് ഇവരെ ഇടും. കത്താരയിലെ വൺ ഓഫ് ദ ഫേമസ് ഗോൾഡ് ഐസക് അല്ല, ടെമ്പിൾ ഇല്ല, ഗോൾഡ് മോസ്ക്. ഇതൊരു ചെറിയ മോസ്ക് ആണ്. ഇതിൻ്റെ എക്സ്റ്റീരിയർ വോൾ ഫുള്ളും ഗോൾഡൻ ഷിമ്മറിങ് ടൈൽസ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ഗോൾഡൻ മോസ്ക് എന്ന് വിളിക്കുന്നത്. ഇത് കത്താര ബീച്ചാണ്. കയാക്കിങ്ങും പാരാസെയിലിങ്ങും ഒക്കെ നമുക്ക് ഈ ബീച്ചിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ ബീച്ച് ഫ്രീ അല്ല, പെയ്ഡ് ബീച്ചാണ്. അങ്ങോട്ടേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമ്മൾ ചെറിയ പേയ്മെന്റ് കൊടുക്കേണ്ടി വരെ. ബ്രിഡ്ജ് വരുന്നുണ്ട്, ബിൽഡിംഗ് ടു ബിൽഡിംഗ് കണക്ട് ചെയ്ത്. കത്താരയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഒരു 4 to 5 hours സ്പെൻഡ് ചെയ്യാനുള്ളുണ്ട് കേട്ടോ. ഇത് കത്താര ഈ ഏരിയയും അതുപോലെ തന്നെ കത്താര പാർക്കും ഉണ്ട്. പാർക്ക് നമ്മളൊന്ന് ഈവനിങ് ആകുമ്പോൾ പോവാം. കത്താരയിലെ മെയിൻ ഒരു അട്രാക്ഷൻ ആണ് കേട്ടോ ഇതുപോലത്തെ വോൾ മ്യൂറൽസ്. മിക്കയിടത്തും നിങ്ങൾക്ക് ഇങ്ങനെ വോൾ മ്യൂറൽസ് കാണാം. ഇത് പ്ലാനറ്റേറിയം ആണ്, അൽത്തുറായ പ്ലാനറ്റേറിയം. ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഫ്രീ എൻട്രി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ വന്നതിൻ്റെ ഒരു ഷോ ടൈമിങ് 6 ഉം 3 ഉം ആണെന്ന് തോന്നുന്നു. 6 ഉം 9 ഉം ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വരാം. ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ബുക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ID വേണം ബുക്ക് ചെയ്യാൻ നേരത്തെ കേട്ടോ. ഇത് ഒരുപാട് വലുതൊന്നും അല്ല കേട്ടോ. ഒരു 10 minutes ഇങ്ങനെ നടന്ന് കാണാനുള്ളതേ ഉള്ളൂ ഇവിടെ. ഇന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടില്ല. കാരണം ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ കയറിയിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പിങ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. I don't know about this one. It looks awfully cloudy to me. This is Venus, and it is indeed completely covered with clouds. These clouds are actually made of droplets of sulfuric acid. What? That can't be good for the complexion. ബുക്ക് സ്റ്റോറിലേക്കാണ് പോകുന്നത്. ചെറിയൊരു ബുക്ക് സ്റ്റോർ ആണ് കേട്ടോ കത്താര ബുക്ക് സ്റ്റോർ. ഇവിടെ നമുക്ക് വന്നിരുന്ന് വോക്കും ചെയ്യാം. റിക്സിനൊക്കെ ഉണ്ടോ? കോക്കിക്കാണ്. നല്ല രസമുണ്ടല്ലേ ടൈലൈസ്. മധുര പ്ലേറ്റ്സ് ഒക്കെ. ഐസൊക്കെ നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കാം. ഇത് കത്താര ഹാൻഡ് ക്രാഫ്റ്റ് സെന്റർ ആണ്. ഭയങ്കര ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ. ഇവിടെ കാണാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ചുറ്റിയിട്ട് അപ്പോൾ തന്നെ ഇറങ്ങിയേ. ഇത് ഫൗണ്ടൻ ആണ്. ഇതുണ്ടോ, ഇതാണ് ഇപ്പൊ ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ് പിങ്ക് ട്രീസ് ആണ്. ഇത് വരുന്നത് കത്താരയിലാണ്, ഓപ്പോസിറ്റ് ഫുഡ് ഹാൾ. ഈ ചെറി ബ്ലോസത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കത്താരയിലെ 21 ഹൈ സ്ട്രീറ്റിലാണ് കേട്ടോ. ഇതുണ്ടോ, നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റ് വന്നിട്ടുണ്ട് ഇവിടെ ഇത് കാണാനായിട്ട്. ഇത് ആർട്ടിഫിഷ്യലാണ്. ഇത് എല്ലാം ഗ്ലാസ് കൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ട്രീ പോലെ, പൈൻ ട്രീ പോലത്തെ ഷേപ്പിലാണിത്. ഇതുണ്ടോ, ഇത് ഫേമസ് ഗിഫ്റ്റ് ബോക്സ് ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്തേക്ക് ഞങ്ങൾ കയറിയപ്പോഴത്തേക്കും ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെയാണ്. ഡിസ്നി പ്രിൻസസ് ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള. ഓക്കെ,
ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാണേ. അതുകൊണ്ടോ ഫ്ലവർ ബൊക്കെ. ഇതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വിക്ടോറിയൻ യൂറോപ്യൻ ആംബിയൻസ് ആണ്. ഇതൊരു സ്ട്രീറ്റ് സ്റ്റൈൽ മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 2 ഫ്ലോർസാണ് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ബേക്കറി ഐറ്റംസ് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിന്റെ റെസ്റ്റോറന്റ് വരുന്നത്. ഇതിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് കേട്ടോ ഈ ഗ്രാൻഡ് സ്റ്റെയർ കേസും ഗ്ലാസ് ഡോംസും. ഐസക്, ഇനി ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇത് അടുത്തൊരു മുകളിലേക്കാണ് നമ്മൾ കയറുന്നത്. ഫുൾ പെർഫ്യൂം സെക്ഷൻ ആണ്. ഒരു ഉടുപ്പാണ്. ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് പീസസ് ഉണ്ട് കേട്ടോ ഈ മോളില്. ചെറിയൊരു മോളാണ്, വലുതായിട്ടൊന്നും കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വേഗം തന്നെ ഇറങ്ങിട്ടാ. ഇതുണ്ടോ ഔട്ട്ഡോർ AC യൂണിറ്റ് ആണ്, കൂളിംഗ് യൂണിറ്റ് ആയത്. ഇവിടെ ഇപ്പൊ നമ്മള് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ സമ്മർ സീസൺ ആണെന്നുണ്ടായാലും ഇവിടെ നല്ല തണുപ്പ് വെള്ളമുണ്ട്. ആ കാണുന്നത് ഫേമസ് ഗിഫ്റ്റ് ബോക്സ് ബിൽഡിംഗ് ആണ് കേട്ടോ. ഖത്താരയിലേക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രീ ഓപ്പൺ പാർക്കിങ്ങും അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും ഉണ്ട്. മെട്രോയിലാണ് വരുന്നതെങ്കിൽ ഖത്താര മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. റെഡ് ലൈനിലാണ് ഇത് വരുന്നത്. ഖത്താരയിലെ ടേസ്റ്റി സ്ട്രീറ്റിലാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയാം ഈ ഒരു ഏരിയ ഫുള്ള് റെസ്റ്റോറന്റ് ഔട്ട്ലെറ്റ്സ് ആണ്. മിനി ഉണ്ടോ ലണ്ടൻ സ്ട്രീറ്റ് ഫുഡ് തീമിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വുഡൻ ക്യാബിൻസിലായിട്ടാണ് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ടാപ്പി ബോബാന്ന് ഞങ്ങള് ചോക്ലേറ്റ് ബോബ പറഞ്ഞു. ബ്ലൂബെറി പോപ്പിങ്സിന്റെ ഇതുണ്ടോ, ഇത് സ്റ്റെപ്സ് ആണ്. ഈ സ്റ്റെപ്സിൽ മൊസൈക്ക് കൊണ്ടിട്ട് ഇവര് അത് ഓരോ ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതുണ്ടോ, നമ്മളെ ആംഫി തിയേറ്ററിലാണ് ഖത്താരയില. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ചേച്ചി ഫിദയും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ചേച്ചിക്ക് ഫുൾ സൺബേൺ ആയി ഇവിടെ വന്നിട്ട്. നല്ല പീക്ക് സമ്മർ ടൈമിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത്. വീഡിയോഗ്രാഫർ ഐസക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാണ്. ഐസക്ക് ഇതിന്റെ ഫുൾ വ്യൂ കിട്ടാനായിട്ട് പൊക്കത്ത് പോയി വീഡിയോ എടുക്കുകയാണ്. ഇത് ക്ലാസിക്കൽ ഗ്രീക്ക് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര വലിയൊരു ആംഫി തിയേറ്റർ ആണ്. ഇവിടെയാണ് മെയിൻ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുള്ളത്. ഈവനിങ് സൺസെറ്റ് ടൈമിൽ ഇവിടെ വന്നിരിക്കാനാണ് ഏറ്റവും രസം. ബീച്ചിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ആംഫി തിയേറ്റർ വരുന്നത്. ഇത് അടുത്തൊരു ഫേമസ് കഫേ ആണ്, ചോക്ലേറ്റ് കഫേ. എന്ത് ഡോറായിസ് ഇത് ഇതുണ്ടോ, ഇത് സാൻഡ് ആർട്ടൊക്കെയാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ്. ഇപ്പോൾ ഞാനുള്ളത് ഫോട്ടോഗ്രാഫി എക്സിബിഷനിലാണ്. ഐസക്കിനൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും കയറി എക്സിബിഷന്. ഇവിടെ കുറേ സെലക്റ്റഡ് ഫോട്ടോഗ്രാഫ്സ് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ വരുന്നത് ഖത്താര പാർക്കിലാണ്. ഖത്താര പാർക്ക് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. കുറേ മെമ്മറീസ് ഉള്ള പാർക്കാണ്. ഞാൻ ഐസക്കും ഫസ്റ്റ് മീറ്റ് ചെയ്ത ദിവസം വന്ന പാർക്കാണ് ഇത്. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് മര്യാദക്കൊന്ന് സംസാരിക്കുന്നത്. വലിയ പാർക്കാണ് കേട്ടോ ഇത്. ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര ആൾക്കാർ വന്നാലും ഒരു റഷ് ഒന്നും ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് വലിയ ഒരു പാർക്കാണ്. ഇതുണ്ടോ, എൻ്റെ ബാക്കിൽ കാണുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന വാട്ടർ ബോഡിയാണ്. ഇത് കാണാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ആയിട്ടാണ് കേട്ടോ മെയിനായിട്ട് ഈ പാർക്കിലേക്ക് ആൾക്കാർ വരാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പോൾ നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ സമ്മർ സീസൺ ആയതുകൊണ്ട് ലേറ്റ് ആഫ്റ്റർനൂൺ ഒരു 4 PM ആകുമ്പോൾ വരാം. വന്നിട്ട് നിങ്ങൾക്ക് കൾച്ചറൽ വില്ലേജും പാർക്കും ഒക്കെ കണ്ട് ബീച്ചിലും ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.